റെഡി 1 2 3 ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു വിഷമത്തിലാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് വിഷമത്തിന്റെ കാരണം എന്ന് ഞങ്ങളുടെ ഫാത്മ പറയുന്നതായിരിക്കും. ക്ലാസ് ലീഡർ പറയൂ. തീരുമ്പോ പണി തരാൻ കുപ്പിന്ന് വന്ന പൂതോണോ എന്നുള്ളത് കേട്ടിട്ടുള്ളൂ. ഇത് അനുഭവിച്ചോണ്ടിരിക്കുക ഞങ്ങളത്. വെരി നൈസ്. എല്ലാരും തന്നെ എക്സ്പീരിയൻസസ് പറയൂ. ഇവിടെ പഠിച്ച് ജനിച്ചു വളർന്ന കുട്ടി പറയാം. ജനിച്ചു വളർന്നിട്ട് വീടിന്റെ തറവാടിന് ഒരു മാറ്റമില്ല. അന്നൊന്നും പണി തന്നെ പണി. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ബി.എഡ് വന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിനി അറിയാൻ പോകുന്നത്. MA കുറിച്ച് എന്താണ് അഭിപ്രായം? MA എസ്പെഷ്യലി ന്യൂസ് വലിയ ഹൈപ്പൊക്കെ ആയിട്ടൊക്കെ അതെ, കറക്റ്റ്, വേണ്ടിയില്ലായിരുന്നു. അതെ, ബി.എഡിലേക്ക് തിരിച്ചു പോകാനുള്ള വല്ല വഴിയുണ്ടോ? ഇല്ല, ബി.എഡിനെക്കാട്ടില് ഇത് ബി.എഡാണോ ഇതാണോ നല്ലത്? തുടക്കത്തിൽ നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ ഇവിടെ വരാൻ കരഞ്ഞ് പറഞ്ഞാണ്. എനിക്ക് MA വേണമെന്ന് ഞാൻ കരഞ്ഞ് ഇവിടെ വന്നതാണ്. ഇനി പുതിയ സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇത് പുതിയ സ്റ്റുഡന്റ് അല്ല, ഇവള് 2 പ്രാവശ്യം മ്യൂസിയം വന്ന് പെട്ടതാണ്. ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെയും തിരിച്ചു വന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഹോം സിക്നസ് കാരണം കരച്ചിലായി തിരിച്ചുപോയി. പിന്നെ ഈ വർഷം വീണ്ടും അല്ല, പക്ഷെ UC തന്നെ ചൂസ് ചെയ്തു. അതെന്താണ്? നല്ല ക്യാമ്പസ് അല്ലേ, പിന്നെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല ഡിപ്പാർട്ട്മെന്റ് ഇനി നമ്മൾ ദിയയും പവിത്രയും പുതിയ കുട്ടികളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്താ പറയാ, ഫങ്ഷണൽ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. വേണ്ടായിരുന്നു, പഠിത്തം നിർത്തിയാലോ എന്ന് വരാനുണ്ട്. വേണ്ടട്ടാ, പവിത്രയുടെ കൂടെ പറയാം. പഠിച്ചു പനിയായി. എനിക്കൊന്നും വരാനില്ല. 2 കുട്ടികൾ വന്നിട്ടില്ല ടെൻഷൻ കാരണം. അതൊക്കെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇന്നൊരു ഫ്രീ അവർ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അവിടെ ഇരിക്കുകയാണ്. വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞങ്ങൾക്ക് സെമിനാർ ഉണ്ട്, അല്ലാതെ കുറെ വർക്ക് ഉണ്ട് ചെയ്യാൻ. അതിന്റെ ടെൻഷനൊക്കെ മൂത്ത് ഞങ്ങൾ റിഫ്രഷ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുക. അത്രേ ഉള്ളൂ പറയാൻ. വേറെന്താ പറയാ? വർക്ക് എന്ന് എനിക്ക് ഓർക്കണ്ട. ഞങ്ങൾക്ക് ഇന്റേണൽസ് വരാൻ പോവാണ്. അടുത്ത ആഴ്ച ഇന്റേണൽസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത ആഴ്ച ഇന്റേണൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇവിടെയാണ് ഞങ്ങൾക്ക് വേറെ സന്തോഷ വാർത്ത. ഷീനോസിന്റെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസന്റേഷൻ ഉണ്ട്. അതിന് PPT പ്രിപ്പയർ ചെയ്യണം. അതല്ലാതെ സ്കൂളിൽ വർക്ക് ചെയ്യണം. ആ പീരീഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞങ്ങള് പറയാൻ റെഡി ആയിരിക്കണം. അതുപോലത്തെ അവസ്ഥയിലാണ് എല്ലാ ദിവസവും. അല്ലാതെ വി ഹാവ് ടു പ്രസന്റ് എ ടോപ്പിക് എവറി ഡേ. അതല്ലാതെ വി ഹാവ് ടു ടീച്ച് ദ സ്റ്റുഡൻസ് എ ടോപ്പിക് എവറി ഡേ. അല്ല, ഇത് എവിഡൻസ് ആയിട്ട് വെക്കാം. ഇവരൊക്കെയാണ് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയത്. ചാടിപ്പോകാൻ പറ്റിയ വഴി. ഡെയിലി വ്ലോഗ് ഒന്നുമല്ല, ആഴ്ചയിൽ ഒരിക്കലും എപ്പോഴെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ദിവസം ഞാനങ്ങ് ചൂസ് ചെയ്യും.
ഇന്നെന്ത് പറയാനാ, ആഫ്റ്റർ ഒരു ഫ്രൈഡേ കിട്ടി. ഫ്രൈഡേ ഞങ്ങൾ ഇപ്പോ ഒരു കടവ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അറിയാം ഇത് വഴിയാണ്, എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നേരെ വാന്നുള്ളൊരു ട്രാക്ക്. ഞങ്ങളാണെങ്കിൽ ഒരു കുട്ടിയുടെ പുറകെ അങ്ങ് ഞങ്ങളുടെ ഒരു കുട്ടിയുടെ പുറകെ ഞങ്ങൾ പോകുന്നു, ആ കുട്ടി ആരുടെ പുറകെ പോകുന്നു. ആ കുട്ടി ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓ നമ്മുടെ കൂടെ ആദ്രയുണ്ട്. ശരിയാ, ഇനിയും പറ. ഇവൾക്ക് ഒരു ആങ്കറിങ്ങിന് കഴിവുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവൾക്ക് ഒരു നിർത്താതെ സംസാരിക്കാനുള്ള ഒരു സംഭവം കാണിച്ചു തരാൻ പറ്റും. ഇതെന്തോ പ്ലെയിൻ മാതിരിയുള്ള വീടാണ്. കൊള്ളാം. ഓ മൈ ഗോഡ്, ഒച്ച് കാണൂ ഗൈസ്, ഒച്ച്. കാടിൽ ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഇവളുടെ കൊട കൊണ്ടുവരാത്തോണ്ട് അതിന്റെ വിഷമത്തിലാണ്. യെല്ലോ കൊട എടുക്കാനെങ്കിൽ പറ്റിയില്ല, അതുകൊണ്ട് മാച്ച് ആയേനെ. പക്ഷേ ഇതെങ്ങോട്ടേ പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല സ്ഥലങ്ങളായിരിക്കുന്നു വിശ്വസിക്കുന്നു. കച്ചേരിക്കടവ്. ഇന്നെന്തോ പരിപാടി നടക്കുന്നു. എന്നിട്ട് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 1:40 വരെ ക്ലാസ് ഉള്ളൂ. ദാറ്റ്സ് വൈ വി ആർ ഹിയർ. ഇനി തിരിച്ചു പോണം. കുഴപ്പമില്ല, എനിക്ക് ശീലമില്ല. ഞാൻ ഇവിടെ വന്നിട്ടാ ഇങ്ങനെ ഹിൽസിരുന്നേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഓക്കെ, കടവെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? കുളിക്കടവ്. യെസ്, ഇതാണ് കുളിക്കടവ്. ആൻഡ് ഇത് ഏതോ ഒരു പുഴ, ആലുവ പുഴ, പെരിയാർ പുഴ. ഇതിന്റെ അടുത്ത പാലം മംഗലപ്പുഴ പാലം. ആ ഇൻഫർമേഷൻ എനിക്കറിയില്ല. അതെ, കാരണം മംഗലപ്പുഴ മംഗലപ്പുഴ പാലമല്ല, മംഗലപ്പുഴ പുഴ. നീ ഇതൊന്ന് കട്ട് ചെയ്ത് കിട്ടാ. ഇതാണ് ആലുവ പുഴ. അതൊക്കെ പറഞ്ഞു. ആലുവ പുഴയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അയ്യോ, നിങ്ങൾക്ക് സ്വാഗതം. എക്സാംസ് വരുന്നതിനെ പറ്റിയുള്ള ആദിക്കടയിൽ ഒരു പൂക്കിയുടെ കൂടെ ഇറങ്ങി ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന മെമ്മറീസ് കൂടെയാണ് എൻ്റെ പൂക്ക്. ഇതിൽ വലിയ കാവ്യാത്മകമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ വളരെ സാഹിത്യപരമായി ഇതിനെ നേരിടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ചു പറയുന്നുണ്ട് ഗൈസ്. ഇനി വരുന്നത് വിക്ടോറിയനാണ്. വിക്ടോറിയൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ വായിന് ഇനി എന്താ പറയാൻ പോകുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്, നത്തിങ് എൽസ്.
ബക്കറ്റുമായ പവിത്രനാണ്. അവളുടെ ഹോസ്റ്റലിന് വേണ്ടിയിട്ടാണ് അവൾ ഈ ബക്കറ്റ് റെഡ് കളർ ബക്കറ്റാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ പറയും, ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് നിന്നെ നാളെ കെടുത്താനാണ്, അല്ലാതെ എനിക്ക് വേറൊരു ഉദ്ദേശമില്ല. എന്റെ കണ്ടന്റ്സ് നോക്കൂ ഗൈസ്. ബക്കറ്റിൽ ലേസും പിന്നെ കുറെ മിഠായികളും പിന്നെ ഫേവറേറ്റ് മെസ്സേജ് പറയാനുള്ള ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ല, പ്രശ്നമില്ല.